ഹൈക്ക് ചെയ്ത മെയിൻ ഗുഹയിലെത്തിയേക്കാട്ടോ. ഗൃഹാതുരത്വം പോലെ. ഈ ഹൈക്കിലെ ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ടായിരുന്നു ദേ ഗുഹാട്ടോ. നമ്മൾ 75 മീറ്റർ ദേ കൂരി ഇരുട്ടിക്കൂടെ കുനിഞ്ഞ് നടന്ന് പോണം. അയ്യോ, നിങ്ങളെ കാണാൻ പറ്റുള്ള നോക്കട്ടെ. എനിക്കൊന്നും കാണാൻ പറ്റുള്ള. ആ ഗുഹയുടെ ഫുൾ വൈബ് കിട്ടാൻ വേണ്ടി കുറെ ദൂരം ഞങ്ങൾ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് തലയും ഒന്ന് ഇടിച്ചിട്ടാണ് ഇറങ്ങി പോന്നത്. ഗുഹയിൽ ഇരുട്ടിന്ന് ഇറങ്ങിയോണ്ടാണോ എന്നറിയില്ല, പച്ചവെള്ളത്തിനൊക്കെ നല്ല പച്ച കളറായിരുന്നു, ഈ ആലീസുകായ പോലെ. നമ്മൾ നടന്ന് എവിടെ എത്തി? ഡാമിലെത്തി. അപ്പൊ നമ്മളെ ഇതിൽ കൂടെ നടന്നു പോവാ. ഓ, വെള്ളം എങ്ങനെയാ ഇതിൽ കൂടെ പോയിരുന്നെന്ന് കാണിച്ചു തരാട്ടോ. ഇങ്ങനെ വെള്ളം ആ ഒരു ഫുൾ ഏരിയ കൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. എന്നിട്ട് അതില് തടി ഇട്ടിട്ടാണ് നമ്മുടെ അപ്പുറത്തേക്ക് എത്തിക്കുക. നോക്കിയേ. പിന്നെ കാത്തിരുന്നൊരു സാധനമാണ് നമ്മുടെ ദേ ഹാരി പോട്ടർ ട്രെയിൻ. എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു അറിയോ. ഇങ്ങനെ കുറേ നേരം കാത്തിരുന്നിട്ടാണ് ആ ട്രെയിൻ ഇങ്ങനെ സ്മോക്കൊക്കെ വിട്ട് ഇങ്ങനെ വന്നേട്ടോ. പിന്നെ ഞങ്ങളുടെ അടുത്തേക്കോടെ ഒരു വട്ടം പോയപ്പോൾ ഹോൺ അടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ നേരം ഞാൻ ആക്ഷൻ കാണിച്ചെങ്കിലും അവർ ഹോൺ അടിച്ചില്ല. ചെറുതായിട്ടൊന്ന് ചമ്മി. ബിക്കോസ് നമ്മുടെ തൊട്ടടുത്തായതുകൊണ്ടാണ് അവർ ഹോൺ അടിക്കാഞ്ഞ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ ക്രിസ്ത്യൻസണ്ടിന് ബൈ ബൈ.